യെസ്, ഇപ്പോൾ കോടതിയിൽ നിന്ന് ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വാഹനം അവിടെ എത്തിയിരുന്നു. നെയ്യാറ്റിൻകര പോലീസിന്റെ വാഹനം എത്തിയിരുന്നു. ഗ്രീഷ്മയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകും. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വിധിയെക്കുറിച്ച് പറയാനുണ്ടോ? കുറ്റബോധമുണ്ടോ? യെസ്, ഗ്രീഷ്മയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. പോലീസ് വാഹനത്തിൽ കയറ്റി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഗ്രീഷ്മ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ് ഗ്രീഷ്മയെ ഇപ്പോൾ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതും. നെയ്യാറ്റിൻകര പോലീസാണ് സ്ഥലത്തുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. CJ അരുൺ സിംഗ് ചേരുന്നു. അരുൺ, ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കാണോ? എന്താണ് ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ? ഇനി നേരെ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. ഒരു പക്ഷേ ആ സ്റ്റേഷനിൽ കയറ്റിയേക്കാം. നെയ്യാറ്റിൻകര സ്റ്റേഷനിലാകാനുള്ള സാധ്യതയില്ല. പാറശാല പോലീസിന്റെ വണ്ടിയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കി കൊണ്ടുപോകുന്നത്. ഗ്രീഷ്മയോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മോജോ ക്യാമറയിലടക്കം കുറച്ചുകൂടി കൃത്യമായ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഗ്രീഷ്മ പോലീസ് വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി കോടതിയുടെ വന്നിരിക്കുന്നു. ഗ്രീഷ്മയെ ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് വിധിച്ച ശേഷം ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ പാറശാലയിലേക്കായിരിക്കും ഗ്രീഷ്മയെ കൊണ്ടുപോവുക എന്നാണ് സൂചന. നാളെയാണ് ഗ്രീഷ്മയുടെ ശിക്ഷ വിധിക്കുക. അരുൺ സിംഗ് ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ് ഗ്രീഷ്മ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വലിയ കുറ്റകൃത്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലാണ് അത് ചെയ്യുന്നത്. മാത്രമല്ല, പഠിക്കാനടക്കം മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ പോലും ആകാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഈ വിചാരണ വേളയിലോ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സമയങ്ങളിലോ എപ്പോഴെങ്കിലും ഗ്രീഷ്മയുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നതായോ? എന്തായിരുന്നു അവരുടെ ഒരു മനോഭാവമെന്നോ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും പങ്കിട്ടിട്ടുണ്ടോ അരുൺ? ഏതാണ്ട് വിധി വന്ന സാഹചര്യത്തിൽ നമുക്കിനി അത് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് മീട്ടു ഞാൻ കരുതുന്നത്. നമ്മൾ അന്വേഷണം നടക്കുന്ന സമയത്തും ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം കൂടി ഈ ഗ്രീഷ്മയെ നിരന്തരം ചോദ്യം ചെയ്ത, ഗ്രീഷ്മയുമായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിച്ച, ഈ അന്വേഷണത്തിന് പല വഴികളുണ്ടല്ലോ. ആദ്യം പോലീസുകാർ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കും. അതിനുശേഷം ആവർത്തിച്ചുള്ള ചോദ്യമായി സ്വാഭാവികമായിട്ടും രണ്ട് മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ അടുപ്പമുണ്ടാകും. അങ്ങനെ പോലീസുകാർ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഗ്രീഷ്മയാണ് ഈ കുറ്റക്കാരി എന്നുള്ളത് അവർക്ക് വ്യക്തമായി ഗ്രീഷ്മയെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചോദ്യം ചെയ്തു വരുന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, അത് ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഗ്രീഷ്മയോട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മീട്ടു ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഗ്രീഷ്മ ഒരു ബിരുദാനന്തര ബിരുദമുള്ള കുട്ടിയാണ്. ഇംഗ്ലീഷാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അത് തെറ്റിയേക്കാം. കണക്കാണോ ഇംഗ്ലീഷാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്നെങ്കിൽ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BSc MSc മാത്സ്, ഇതിലെ ഒന്നിലാണ് ഗ്രീഷ്മയ്ക്ക് ബിരുദമുള്ളത്. അത്രയും പഠിച്ചൊരു കുട്ടി, പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഗൂഗിളൊക്കെ നോക്കി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകം നടത്താൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീഷ്മ പറയുന്നത്, എനിക്ക് ഷാരോണുമായിട്ട് അടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പലതും ചെയ്തത്. കാരണം ഷാരോണിനെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.